അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലെ 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഉപകരിക്കും. അല്ലാഹു ഖൈറിലാക്കട്ടെ. 1. ശരിയായ കോലത്തിൽ അടയാളപ്പെടുത്തുക. 1. മനുഷ്യരെ സംരക്ഷിക്കുന്ന മലക്കുകൾ ഹമലത്തുൻ, ഹഫളത്തുൻ, റഹ്മത്തുൻ. ഉത്തരം ഹഫള. 2. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂട്ടം ഗോരി, അരക്കൽ, മുഗളർ. അരക്കൽ ആണ് ഉത്തരം. 3. ഏറ്റവും പഴയ അറബി മലയാള കൃതി റിഫായി മാല, ബദർ മാല, മുഹിയുദ്ദീൻ മാല. ഉത്തരം മുഹിയുദ്ദീൻ മാല. ഇനി 4. മലബാർ സമരം നടന്ന വർഷം 1956, 1921, 1947. ഉത്തരം 1921. ശീസ് നബി അലൈഹിസ്സലാമുക്ക് ലഭിച്ച ഏടുകൾ 30, 50, 10. ഉത്തരം 50. ലോകത്തിലെ അറബി രാഷ്ട്രങ്ങൾ 32, 22, 52. ഉത്തരം 22. ഇനി ചേരുംപടി ചേർക്കുക. അഷ്ശൈഖ് അഹ്മദുർ റിഫായി റളിയല്ലാഹു അൻഹു ഉലിദ ബിൽ ഇറാഖ്. ഇറാഖിലാണ് ജനിച്ചത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഇറാഖിലാണ്. അഷ്ശൈഖ് നിളാമുദ്ദീൻ അൽ ഫതാവൽ ഹിന്ദിയ എന്ന കിതാബ് രചിച്ചു. അഷ്ശൈഖ് നിളാമുദ്ദീൻ അൽ ഫതാവൽ ഹിന്ദിയ. ഇനി ഷാഹ് വലിയുല്ലാ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഷാഹ് വലിയുള്ള ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബ് രചിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കിതാബ് സബൂർ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് സബൂർ. അലി ഇബ്നു ഹുസാമുദ്ദീൻ കൻസുൽ ഉമ്മാൽ എന്ന കിതാബ്. അലി ഇബ്നു ഹുസാമുദ്ദീൻ രചിച്ച കിതാബാണ് കൻസുൽ ഉമ്മാൽ. ഇനി പൂരിപ്പിക്കുക. 1. വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ എല്ലാം ദുർബലപ്പെട്ടു. മറ്റു വേദങ്ങൾ. വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ മറ്റു വേദങ്ങൾ എല്ലാം ദുർബലപ്പെട്ടു. ഇനി 2. സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. സമസ്തയുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. 3. പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി നിലനിൽക്കും ഖിയാമത്ത് നാൾ വരെ. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. ഇനി ഷെയ്ഖ് കർമാനിയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. ഷെയ്ഖ് കർമാനിയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. 5. മഴയുടെ ചുമതലയുള്ള മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. ഒറ്റ വാചകത്തിൽ ഉത്തരമേതുക. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി കീഴടക്കിയത് ആർ? പാശ്ചാത്യർ. ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുയുടെ മക്ബറ എവിടെയാണ്? കവരത്തി. ഖാസിം വലിയുല്ലാഹിയുടെ മക്ബറ എവിടെയാണ്? കവരത്തി.
മലക്കുകൾ ദൂതന്മാരാണ്. ആരുടെ? അള്ളാഹുവിൻ്റെ. മലബാർ സമരം നടന്ന വർഷം 1921. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ ശതമാനം 20%. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ ശതമാനം 20%. ഇനി ഉത്തരമേതുക. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇന്ന് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് എന്ത്? വിവേചനം, സാംസ്കാരിക അധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത. ഇനി രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആനിൻ്റെ പറയുന്ന മറ്റു പേരുകൾ. പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റ് പേരുകൾ: അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ, ദിക്ർ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന് പേരുകളുണ്ട്. ദിക്ർ, അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ. നെക്സ്റ്റ്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സൂഫി വര്യന്മാരിൽ രണ്ടാളുടെ പേരെഴുതുക. കിതാബിൽ കുറേ പേരുണ്ട്, അതിൽ രണ്ടാളെ പേര് ഞാൻ കൂടെ കൊടുത്തത്: അഷ്ശൈഖ് അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു, അഷ്ശൈഖ് നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു. അവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? അവരെ അനുസരിക്കൽ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ അനുസരിക്കൽ? മാതാപിതാക്കളെ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ. ഇവരെ അനുസരിക്കൽ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂട്ടങ്ങൾ ഏതൊക്കെ? ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂട്ടങ്ങൾ ഏതൊക്കെ? ഗസ്നവി, ഘോരികൾ, അടിമവംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. ഇനി 4 വരയിൽ കുറയാത്ത കുറിപ്പ് എഴുതുക. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനം. അതിനെ സംബന്ധിച്ച് ഒരു 4 ലൈൻ എഴുതുക. 1. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയത് സയ്യിദുമാരും പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമാണ്. അസ്സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, അസ്സയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ആത്മീയ നേതൃത്വം നൽകിയ പ്രമുഖ സയ്യിദന്മാരിൽ പെട്ടവരാണ്. എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ആയിരത്തി 1921 കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെൻറ്റ് കേരള മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ച് വഹാബികൾ മഹാന്മാരെ അധിക്ഷേപിക്കുകയും മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധം ബലഹീനമാക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയും തത്ഫലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായി. ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് വറക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ഞങ്ങളെ മക്കളെ അല്ലാഹു തആല നാഫിയായ ഉലൂമുകൾ അല്ലാഹു നൽകട്ടെ, ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.